ചെന്നൈയിൽ ഭർത്താവിനെ കൊലപ്പെടുത്തി സ്യൂട്ട് കേസിലാക്കി റെയിൽവേ സ്റ്റേഷനിൽ ഉപേക്ഷിച്ച ഭാര്യയും ആൺസുഹൃത്തും അറസ്റ്റിൽ. ചെന്നൈ തേനാമ്പേട്ട് സ്വദേശി ആമിർ അലിയാണ് കൊല്ലപ്പെട്ടത്. ഭർത്താവിന്റെ അവിഹിത ബന്ധവും ക്രൂരപീഡനവും സഹിക്കാനാവാതെയാണ് കൊലപാതകമെന്ന് പ്രതിമൊഴി നൽകി. ഇക്കഴിഞ്ഞ ജൂൺ 5-ാം തീയതി രാവിലെയാണ് പേരമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ നീല നിറത്തിലുള്ള സ്യൂട്ട് കേസ് ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. സ്യൂട്ട് കേസിൽ നിന്ന് ദുർഗന്ധം വമിച്ചതോടെ യാത്രക്കാർ പോലീസിനെ വിവരമറിയിച്ചു. തുടർന്ന് പോലീസ് എത്തി ബാഗ് തുറന്ന് പരിശോധിച്ചപ്പോൾ തലയും കൈകാലുകളും ഇല്ലാത്ത നിലയിൽ പുരുഷന്റെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. കൊല്ലപ്പെട്ടത് ആരാണെന്ന് തിരിച്ചറിയാൻ സാധിക്കാതിരുന്നതും ബാഗ് കണ്ടെത്തിയ പ്ലാറ്റ്ഫോം ഭാഗത്ത് CCTV ക്യാമറകൾ ഇല്ലാതിരുന്നതും പോലീസിന് ആദ്യഘട്ടത്തിൽ വലിയ വെല്ലുവിളിയായിരുന്നു. തുടർന്ന് സ്റ്റേഷന് പുറത്തുള്ള ക്യാമറകളും ചെന്നൈയിലെ മറ്റ് പ്രധാന റെയിൽവേ സ്റ്റേഷനുകളിലെ ദൃശ്യങ്ങളും പോലീസ് വിശദമായി പരിശോധിച്ചു. ഇതോടൊപ്പം നഗരത്തിൽ കാണാതായ ആളുകളുടെ പട്ടികയും തയ്യാറാക്കി അന്വേഷണം ഊർജിതമാക്കി. 4 ദിവസത്തെ തീവ്രമായ അന്വേഷണത്തിനൊടുവിലാണ് കൊല്ലപ്പെട്ടത് അമീർ അലിയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചത്. തുടർന്ന് ഭാര്യ റഹീമയെയും ആൺസുഹൃത്ത് അസ്രാം അലിയെയും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ചെന്നൈയിൽ അന്യസംസ്ഥാനത്ത് നിന്ന് ചികിത്സയ്ക്കെത്തുന്ന രോഗികൾക്ക് താമസ സൗകര്യം ഒരുക്കിക്കൊടുക്കുന്ന ജോലിയായിരുന്നു അമീർ അലിക്കും ഭാര്യ റഹീമയ്ക്കും. റഹീമയുടെ 2ാം ഭർത്താവായിരുന്നു അമീർ അലി. എന്നാൽ അമീർ അലിക്ക് മറ്റു പല സ്ത്രീകളുമായും അവിഹിത ബന്ധമുണ്ടായിരുന്നതായി പോലീസ് പറയുന്നു. ഇതേച്ചൊല്ലി ദമ്പതികൾക്കിടയിൽ നിരന്തരം വഴക്കുകൾ പതിവായിരുന്നു. റഹീമയുടെ ആദ്യ വിവാഹ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞ് അമീർ അലി ഇവരെ ക്രൂരമായി മർദ്ദിക്കാറുണ്ടായിരുന്നെന്നും പോലീസ് പറയുന്നു. ഭർത്താവിന്റെ പീഡനം സഹിക്കവയ്യാതായതോടെ റഹീമ സുഹൃത്തായ അസ്രാം അലിയുടെ സഹായത്തോടെ അമീറിനെ വധിക്കാൻ പദ്ധതിയിട്ടു. ആസൂത്രണം ചെയ്തതുപോലെ അമീർ അലിയെ മയക്കിക്കിടത്തിയ ശേഷം ഇരുവരും ചേർന്ന് കൊലപ്പെടുത്തുകയായിരുന്നു. അമീറിനോടുള്ള ദേഷ്യം അടക്കാനാവാതെ ഇയാളുടെ ജനനേന്ദ്രിയം മുറിച്ചെടുത്തതായും റഹീമ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. കൊലപാതകത്തിന് ശേഷം മൃതദേഹത്തിന്റെ തലയും കൈകാലുകളും വെട്ടിമാറ്റി വിവിധയിടങ്ങളിൽ ഉപേക്ഷിക്കുകയായിരുന്നു. ഉടൽ മാത്രം സ്യൂട്ട് കേസിലാക്കി ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോയി പേരമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ ഉപേക്ഷിച്ചു. എന്നാൽ ചോദ്യം ചെയ്യലിൽ പ്രതികൾ മൊഴിമാറ്റി പറയുന്നതിനാൽ അമീറിന്റെ ഉപേക്ഷിക്കപ്പെട്ട ശരീരഭാഗങ്ങൾ ഇനിയും കണ്ടെത്താനായിട്ടില്ല. അമീറിന്റെ തല ട്രെയിനിൽ കൊണ്ടുപോയി ചെങ്കൽപ്പേട്ടിനടുത്തുള്ള തടാകത്തിൽ എറിഞ്ഞെന്നാണ് ഇവർ ആദ്യം പറഞ്ഞത്. എന്നാൽ കൈകാലുകൾ റഹീമ താമസിക്കുന്ന തമിഴ്നാട് അർബൻ ഹാബിറ്റാറ്റ് ബോർഡ് ക്വാർട്ടേഴ്സിന് സമീപമുള്ള കനാലിൽ ഉപേക്ഷിച്ചതായും മൊഴിയുണ്ട്. തലയും കൈകാലുകളും കണ്ടെത്താൻ തേനാമ്പേട്ട് പരിസരങ്ങളിലും തടാകത്തിലുമായി പോലീസ് തെരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട്. ഇവ കണ്ടെത്തിയാൽ മാത്രമേ കേസിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ എന്ന് പോലീസ് അറിയിച്ചു. നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.